സുഹൃത്തുക്കളെ, ബിർള ടെമ്പിൾ സന്ദർശിക്കാതെ എന്ത് ഹൈദരാബാദ് സന്ദർശനം? പേൾ സിറ്റി എന്നറിയപ്പെടുന്ന ഹൈദരാബാദിന്റെ മുഖമുദ്രയാണ് ഹൈദരാബാദിലെ ബിർള ടെമ്പിൾ. ബിർള ടെമ്പിളിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലെ കാലാ പഹാഡ് എന്ന മലനിരകളുടെ മുകൾ തട്ടിലാണ്. ഹുസൈൻ സാഗർ തടാകത്തിന്റെ തെക്ക് വശത്തായി തൂവെള്ള നിറത്തിൽ വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയുന്ന തരത്തിൽ മനോഹരമായി തിളങ്ങി നിൽക്കുന്നതാണ് ബിർള ടെമ്പിൾ അഥവാ ബിർള മന്ദിർ. വളരെ ദൂരെ നിന്ന് തന്നെ ഈ മനോഹര ദൃശ്യം നമുക്ക് ലഭ്യമാണ്. തെലങ്കാനയിലെ ലക്കഡിക്ക ഫുൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിന് വളരെ അടുത്താണ് ഈ മനോഹര ദേവാലയത്തിന്റെ സ്ഥിതി. സെക്കന്ദരാബാദിൽ നിന്നും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ മനോഹര ദേവാലയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ബിർള ഫൗണ്ടേഷനാണ് 1976 10 വർഷം കൊണ്ട് ഈ മനോഹര മന്ദിരം പണിതീർത്തത്. പൂർണ്ണമായും രാജസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത വെണ്ണക്കൽ മാർബിൾ കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. തിരുപ്പതി ബാലാജി അഥവാ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ശിവക്ഷേത്രം, പാർവതി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, സായി അമ്പലം ഇവയെല്ലാം ക്രമമായി ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ചുവടേക്ക് നോക്കിയാൽ അതിപ്രശസ്തമായ ഹുസൈൻ സാഗർ ലേക്ക് പൂർണ്ണമായും കാണാം. തെലങ്കാന സമരത്തിൽ മരണമടഞ്ഞ വിദ്യാർത്ഥികളുടെ സ്മാരകമാണ് സുവർണ നിറത്തിൽ കാണുന്നത്. കൂടാതെ തെലങ്കാന സെക്രട്ടേറിയറ്റിന്റെ മനോഹര ദൃശ്യവും ദൃശ്യമാണ്. ചുരുക്കത്തിൽ ഹൈദരാബാദ് പട്ടണത്തിന്റെ ഒരു ആകാശ ദൃശ്യം ഇവിടെ നിന്നാൽ പൂർണ്ണമായും കാണാം. ഈ കാണുന്ന മനോഹരമായ ക്ലോക്ക് ടവറിന് മുകളിലൂടെ ആകാശപാതയൊരുക്കിയിരിക്കുന്നു ക്ഷേത്രത്തിലേക്ക്. ഇവിടെയൊക്കെ കയറാൻ ഇന്ന് സഞ്ചാരികളുടെ വൻപിച്ച തിരക്കാണ്. രാജസ്ഥാനിൽ നിന്നും നേരിട്ട് കൊണ്ടുവന്ന 2000-ഓളം ടൺ തൂവെള്ള മാർബിളാണ് ഈ നിർമ്മിതിക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ബിർള ക്ഷേത്രം സന്ദർശിക്കാനെത്തുന്ന സന്ദർശകരുടെ വിശ്വാസികളുടെ വൻപിച്ച തിരക്കാണ് നാം ഈ കാണുന്നത്. രാവിലെ 7 മുതൽ 12 വരെയും വൈകുന്നേരങ്ങളിൽ 3 മുതൽ 9 മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. ലുംബിനി പാർക്ക്, ഹുസൈൻ സാഗർ തടാകം, തെലങ്കാന സെക്രട്ടേറിയറ്റ്, മാർട്ടിയേഴ്സ് ടോംബ് എന്നിവയ്ക്കൊപ്പം ഈ മനോഹര ദേവാലയത്തെ കൂടി ഹൈദരാബാദ് ട്രിപ്പിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. Thanks for watching my video and see you again.